ഹായ് മലയാസ്, എല്ലാവർക്കും നെയ്യാർ എക്സ്പ്രസിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ നോക്കുന്നത് 16ാമത് കേരള നിയമസഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളും മറ്റു പ്രധാനപ്പെട്ട ആനുകാലിക വിഷയങ്ങളുമാണ്. നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. നമ്മൾ ഒന്ന് രണ്ട് വീഡിയോസ് നമ്മൾ എന്ത് ചെയ്തിട്ട് പെൻഡിങ് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. അവിടെ തന്നെ ബാക്കി ക്ലാസ്സുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ 2026 നടന്ന 16ാമത് കേരള നിയമസഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഇനി വരുന്ന നമ്മളോട് എക്സാമിന് PSC ഉറപ്പായിട്ട് എന്ത് ചെയ്യും, ഇതിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യ ചോദ്യം നോക്കിയേ, 16ാമത് കേരള നിയമസഭാ ഇലക്ഷൻ എന്ന് തിരഞ്ഞെടുപ്പ് നടന്നു എന്ന് ചോദിക്കണമെങ്കിൽ അറിയാം, 2026 ഏപ്രിൽ മാസം 9-ാം തീയതിയായിരുന്നു തിരഞ്ഞെടുപ്പ് നടന്നിരുന്നത്. ആകെ പോളിംഗ് എത്ര ശതമാനമായിരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് 79.63%. അപ്പോൾ ഇപ്രാവശ്യം 2026 പോളിംഗ് ശതമാനം എത്ര എന്ന് ചോദിക്കുകയാണെങ്കിൽ 79.63% പോളിംഗ് റേറ്റ്. അതിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്ന കേരളത്തിലെ ജില്ല ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കോഴിക്കോട്. ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്ന കേരളത്തിലെ ജില്ല എന്ന് ചോദിച്ചാൽ ഏതാണ്, അത് പത്തനംതിട്ടയാണ്. അപ്പോൾ പോളിംഗ് ശതമാനം നോക്കി വെച്ചോളുക, കൂടുതൽ ഏത് ജില്ലയാണെന്ന് നോക്കി വയ്ക്കുക, കുറവ് ഏത് ജില്ല, ഇത് രണ്ടും നമുക്ക് പ്രധാനമാണ്. ഇനി നമുക്കറിയാം എന്താണ് ഫലപ്രഖ്യാപനം എന്ന് ചോദിക്കുകയാണെങ്കിൽ 2026 മെയ് മാസം 4-ാം തീയതിയായിരുന്നു ഫലപ്രഖ്യാപനം, അല്ലേ? അപ്പോൾ ഏപ്രിൽ 9-നായിരുന്നു തെരഞ്ഞെടുപ്പ് നടന്നിരുന്നത്, മെയ് മാസം 4-ാം തീയതിയായിരുന്നു ഫലപ്രഖ്യാപനം, അല്ലേ? കേരളത്തിലുണ്ടായിരുന്നു, തമിഴ്നാട്ടിലുണ്ടായിരുന്നു, ഒപ്പം ഇവിടെ വെസ്റ്റ് ബംഗാൾ, പോരാഞ്ഞിട്ട് പുതുച്ചേരി എന്നിവിടങ്ങളിലെല്ലാം എന്ത് ചെയ്യുന്നു, ഈ പ്രാവശ്യം ഇലക്ഷൻ ഉണ്ടായിരുന്നു. കേരളത്തോടൊപ്പം ഇലക്ഷൻ ഉണ്ടായിരുന്ന മറ്റ് പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ കൂടിയായിരുന്നു ഇവയെല്ലാം എന്നുള്ളതാണ്. ഇനി ഇതിൽ ഏറ്റവും കൂടുതൽ നിയമസഭാ മണ്ഡലങ്ങളിൽ വിജയിച്ചു വന്ന കേരളത്തിലെ കക്ഷി ഏത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്, UDF ആണ്. UDF അറിയാം 102 സീറ്റുകളിൽ വിജയിച്ചു എന്നുള്ളതാണ്, അല്ലേ? ഇനി നമ്മളോട് PSC നമ്മളോട് ചോദിക്കാം, അല്ലെങ്കിൽ കോൺഗ്രസിന് എത്ര സീറ്റ് കിട്ടി എന്ന് ചോദിക്കാം. ഇപ്പം വിജയിച്ചതിൽ ഏറ്റവും വലിയ കക്ഷിയാണ് UDF. UDFന് എത്ര സീറ്റ് കിട്ടിയെന്ന് ചോദിക്കുകയാണെങ്കിൽ 102 സീറ്റുകളാണ് UDFന് ലഭിച്ചിരിക്കുന്നു. ഏറ്റവും വലിയ കക്ഷിയായിട്ട് വന്നിരിക്കുന്നു. അതിൽ കോൺഗ്രസ് അവരുടെ ഒരു പാർട്ടി ഘടകമാണ്. കോൺഗ്രസിന് എത്ര സീറ്റ് കിട്ടിയെന്ന് ചോദിക്കുകയാണെങ്കിൽ 63 സീറ്റുകളാണ് കോൺഗ്രസിന് കിട്ടിയിരിക്കുന്നത്. എത്ര സീറ്റുകളാണ്? 63 സീറ്റുകളാണ്. നമുക്ക് ഇപ്രാവശ്യം നിയമസഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന സീറ്റുകളൊക്കെ നമുക്ക് ജസ്റ്റ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്ത് ചെയ്യാം ഒന്ന് നോക്കാം. അതിൽ BJPക്ക് 3 സീറ്റുകൾ ലഭിച്ചിരിക്കുകയാണ്, അല്ലെ? BJP ഭാരതീയ ജനതാ പാർട്ടിക്ക് 3 സീറ്റുകളാണ്. നേമം, കഴക്കൂട്ടം, പിന്നെ ഏതാ ചാത്തന്നൂർ, അല്ലെ? 3 ഇടങ്ങളിൽ സീറ്റ് ലഭിച്ചിരിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി കേരള സ്റ്റേറ്റ് കമ്മിറ്റി, അല്ലെ? 1 സീറ്റ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ 8 സീറ്റ്, അല്ലെ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് 26. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് 63 സീറ്റുകൾ കിട്ടി എന്നുള്ളതാണ്. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് എത്ര സീറ്റ് എന്ന് ചോദിക്കുകയാണെങ്കിൽ 63 സീറ്റ് കിട്ടിയിരിക്കുന്നു. UDFന് എത്ര സീറ്റ് എന്ന് ചോദിക്കുകയാണെങ്കിൽ എത്രയാണ്? 102 സീറ്റിലാണ്. ഓക്കെ, ബാക്കി ഘടകകക്ഷികളെല്ലാം കൂടി ചേർന്നാണ് സീറ്റ് ലഭിച്ചിരിക്കുന്നു എന്നതാണ്. ഇനി ഇതിൽ നമ്മൾ അറിയേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ വിജയിച്ച വ്യക്തി ആര് എന്നുള്ളതാണ്, അല്ലേ? നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യം 2021 തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ വിജയിച്ച KK ശൈലജ എന്ന് പറഞ്ഞ, അല്ലെ? KK ശൈലജ ടീച്ചർ, അല്ലെ? അവരെ ഭൂരിപക്ഷം 60,963 അവരുടെ ഭൂരിപക്ഷം. അതിൽ കൂടുതൽ ഭൂരിപക്ഷം ഇപ്രാവശ്യം ജയിച്ചിരിക്കുന്ന കുഞ്ഞാലിക്കുട്ടിക്ക് ലഭിച്ചു എന്നുള്ളതാണ്, അല്ലെ? 85,327. ഇതുവരെ നിയമസഭാ ഇലക്ഷനിൽ ലഭിച്ചതിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച വ്യക്തിയാണ് കുഞ്ഞാലിക്കുട്ടി. ഏതാണ് മണ്ഡലം എന്ന് ചോദിക്കുകയാണെങ്കിൽ മലപ്പുറം മണ്ഡലത്തിൽ നിന്നാണ് ആര് ജയിച്ചു വന്നിരിക്കുന്നത്, കുഞ്ഞാലിക്കുട്ടി ജയിച്ചു വന്നു എന്നുള്ളതാണ്. കുറവ് ഭൂരിപക്ഷം ആർക്ക് എന്ന് ചോദിക്കുകയാണെങ്കിൽ C രവീന്ദ്രനാഥിനാണ്. 126 വോട്ടാണ് അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം, 126. മണലൂരിൽ നിന്നാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുത്തു. മണലൂർ ഏത് ജില്ലയെന്ന് ചോദിക്കുകയാണെങ്കിൽ തൃശ്ശൂരാണ്. മണലൂർ തൃശ്ശൂരാണ്. അപ്പം കൂടുതൽ ഭൂരിപക്ഷം ആർക്കെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് കുഞ്ഞാലിക്കുട്ടി, കുറവ് ആർക്കെന്ന് ചോദിക്കുകയാണെങ്കിൽ C രവീന്ദ്രനാഥ്. ഇനി 16ാം കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വയസ്സ് അല്ലെങ്കിൽ വിജയിച്ച ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ആരെയാണ്, വിജയിച്ചതിൽ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ മുൻ കേരള മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനാണ്. വിജയിച്ചതിൽ ഏറ്റവും പ്രായം കൂടിയ MLA ആര് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് പിണറായി വിജയനും. വിജയിച്ചതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ MLA ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് AD തോമസുമാണ്. ആലപ്പുഴ ജില്ലയിൽ നിന്നും വിജയിച്ച AD തോമസാണ് ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി. അപ്പോൾ AD തോമസും മറ്റ് നമുക്ക് കൺഫ്യൂസ്ഡ് VT സൂരജ് എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്. ബാലുശ്ശേരിയിൽ നിന്നും വിജയിച്ച VT സൂരജിനേക്കാൾ പ്രായം കുറവാണ് AD തോമസിന്. അപ്പോൾ വിജയിച്ചതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ചോദിക്കുകയാണെങ്കിൽ ആരാണ്, AD തോമസ് ആണ്. ഇനി 16ാമത് കേരള നിയമസഭാ ഇലക്ഷനിൽ വിജയിച്ച വനിതകളുടെ എണ്ണം ചോദിക്കുകയാണെങ്കിൽ 11 വനിതകൾ വിജയിച്ചു എന്നുള്ളതാണ്. അതിലൊരു ഇമ്പോർട്ടൻ്റ് ഒരു വനിതയുണ്ട്. സോ അവരുടെ പേര് ഫാത്തിമ തഹ്ലിയ എന്നാണ്.
മുസ്ലിം ലീഗിൻ്റെ ചരിത്രത്തിൽ ആദ്യത്തെ വനിതാ MLA ആണ്. മുസ്ലിം ലീഗിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ വനിതാ MLA കൂടിയാണ് ഫാത്തിമ തഹ്ലിയ. എവിടെയെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ് നിയമസഭാ മണ്ഡലം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? പേരാമ്പ്ര നിയമസഭാ മണ്ഡലത്തിൽ നിന്നാണ് ഫാത്തിമ തഹ്ലിയ വിജയിച്ചു വന്നിരിക്കുന്നത്. ഇനി മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ്, മന്ത്രിമാരുടെ വകുപ്പുകളും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി അവയുമായി ബന്ധപ്പെട്ട് നമുക്ക് കോടൊക്കെ വെച്ച് എന്ത് ചെയ്യാം, പഠിക്കാം എന്നുള്ളതാണ്. ഇനി നമുക്ക് മറ്റു പ്രധാനപ്പെട്ട ആനുകാലിക വിഷയങ്ങളോട്ട് പോകുന്നു. അതിൽ നിന്ന് നമ്മൾ നോക്കുന്നത്, ക്ഷമിക്കുക, അതിൽ പറഞ്ഞതിൽ 2 കാര്യം കൂടിയുണ്ട്. നിലവിൽ ആരാണ് നമ്മുടെ ചീഫ് ഇലക്ട്രൽ ഓഫീസർ ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ആരാണ്? രത്തൻ യു കേൽക്കറും. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് KG സനൽകുമാറാണ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറിയായിരുന്നു അല്ലേ? നിലവിൽ ആരെന്ന് ചോദിച്ചാൽ ആരാണ്? അത് KG സനൽകുമാറാണ്. മാറിപ്പോയത് നിലവിൽ ആരെന്ന് ചോദിച്ചാൽ ആരാണ്? അത് KG സനൽകുമാർ. അടുത്ത ചോദ്യത്തിലൂടെ നമുക്ക് പ്രവേശിക്കാം. 2026 മെയ്യിൽ ഗാലക്സി ഐ വിക്ഷേപിച്ച ലോകത്തിലെ ആദ്യത്തെ ഒബ്സ്റ്റോർ സാറ്റലൈറ്റ് ഏത് എന്നുള്ളതാണ്. ഗാലക്സി ഐ വിക്ഷേപിച്ച ലോകത്തിലെ തന്നെ ആദ്യത്തെ ഒബ്സ്റ്റോർ സാറ്റലൈറ്റിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു കമ്പനി വിക്ഷേപിച്ച ഒരു സാറ്റലൈറ്റും കൂടിയാണ്. അമേരിക്കയിലെ കാലിഫോർണിയയിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഇത് വിക്ഷേപിച്ചത് എന്നുള്ളതാണ്. ആ സാറ്റലൈറ്റിന്റെ പേര് ദൃഷ്ടി എന്നുള്ളതാണ്. ദൃഷ്ടി അമേരിക്കയിലെ കാലിഫോർണിയയിൽ നിന്നും വിക്ഷേപിക്കുന്നു. ഏതാണ് റോക്കറ്റ് എന്ന് ചോദിക്കുന്നത്? ഫാൽക്കൺ 9 എന്ന് പറഞ്ഞ റോക്കറ്റിൽ വിക്ഷേപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ദൃഷ്ടി എന്ന് പറയുന്ന നമ്മുടെ ഈ സാറ്റലൈറ്റിന്, ഇന്ത്യൻ സാറ്റലൈറ്റിന് ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പോൾ ഇരുണ്ട കാലാവസ്ഥയിലും അല്ലെങ്കിൽ കാർമേഘങ്ങൾ മൂടിയിരുന്നാൽ പോലും അല്ലെങ്കിൽ രാത്രിയിലും എന്ത് ചെയ്യുന്നു, ചിത്രങ്ങളെല്ലാം വളരെ വളരെ വ്യക്തമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ഒരുപക്ഷെ ഓപ്പറേഷൻ സിന്ദൂരിന് മുമ്പൊക്കെയാണ് നമ്മളിത് വിക്ഷേപിച്ചുവെങ്കിൽ നമ്മൾ എവിടെയൊക്കെ എന്തൊക്കെ സാധനങ്ങളൊക്കെ പൊട്ടിച്ചെന്നും അത് വ്യക്തമായിട്ട് നമുക്ക് ഈ സാറ്റലൈറ്റ് വഴി കിട്ടും എന്നാണ് എന്ത് ചെയ്യുന്നത്, വിദഗ്ധ അഭിപ്രായം പറയുന്നു എന്നുള്ളതാണ്. അവയുമായി ബന്ധപ്പെട്ട് നമുക്ക് 1-2 കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യാം, നോക്കാം. അപ്പം വിക്ഷേപിച്ച റോക്കറ്റ് ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? അത് ഫാൽക്കൺ 9 റോക്കറ്റാണ് വിക്ഷേപിച്ചിരിക്കുന്നു. ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബഹിരാകാശ സ്റ്റാർട്ടപ്പായിരിക്കുന്ന ഗാലക്സി ഐ വികസിപ്പിച്ച ഒരു സാറ്റലൈറ്റ് ആണ്. 190 ആണ് കിലോഗ്രാം അതിൻ്റെ ഭാരം. ഇന്ത്യയിൽ ഒരു സ്വകാര്യ കമ്പനി നിർമ്മിക്കുന്ന ഏറ്റവും വലിയ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം കൂടിയാണ് ദൃഷ്ടി എന്ന് പറയുന്നത്. അപ്പോൾ അമേരിക്കയിലെ കാലിഫോർണിയയിൽ നിന്ന് വിക്ഷേപിച്ച, അല്ലെങ്കിൽ ഇന്ത്യയിൽ ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗാലക്സി എന്ന് പറയുന്ന സ്റ്റാർട്ടപ്പ് കമ്പനി വിക്ഷേപിച്ച ഇന്ത്യയിലെ തന്നെ ഒരു സ്വകാര്യ കമ്പനി നിർമ്മിക്കുന്ന ഏറ്റവും വലിയ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം എന്ന് ചോദിച്ചാൽ ഏതാണ്? അത് ദൃഷ്ടിയാണ്. നോക്കി വെച്ചോളുക. വീട്ടിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സൂക്ഷിക്കുക. ദൃഷ്ടിയാണ് അല്ലെ, നടയിൽ നിന്നൊക്കെ നോക്കുമ്പോൾ നമ്മളൊക്കെ എന്ത് ചെയ്യാൻ, ക്യാച്ച് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. സൂക്ഷിക്കുക, അതിൻ്റെ പേര് മറക്കണ്ട, ദൃഷ്ടി എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത ചോദ്യം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഗ്രീൻഫീൽഡ് എക്സ്പ്രസ് വേ ഏത് എന്നുള്ളതാണ്. അല്ലേ, ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ ഗ്രീൻഫീൽഡ് എക്സ്പ്രസ് വേ വന്നിരിക്കുന്നു. അതിൻ്റെ പേര് എന്തെന്ന് ചോദിക്കുകയാണെങ്കിൽ ഗംഗ എക്സ്പ്രസ് വേ എന്നാണ്. അതിൻ്റെ പേര് എന്താണ്? ഗംഗ എക്സ്പ്രസ് വേ ആണ്. നീളം എത്രയെന്ന് ചോദിക്കുകയാണെങ്കിൽ 594 കിലോമീറ്റർ ആണ് ഇതിൻ്റെ നീളം വന്നിരിക്കുന്നത്. 594 കിലോമീറ്റർ ആണ്. ഇത് ബന്ധിപ്പിക്കുന്ന ചോദിക്കുകയാണെങ്കിൽ ഉത്തർപ്രദേശിലെ മീററ്റിനെയും പ്രയാഗ്രാജിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഉത്തർപ്രദേശിലെ മീററ്റിനെയും പ്രയാഗ്രാജിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ ഗ്രീൻഫീൽഡ് എക്സ്പ്രസ് വേ ഏതെന്ന് ചോദിച്ചാൽ അത് ഗംഗ എക്സ്പ്രസ് വേ ആണ്. തെറ്റിപ്പോവരുത്, ചോദിക്കാം. കിലോമീറ്റർ 594 ഗംഗ എക്സ്പ്രസ് വേ ബന്ധിപ്പിക്കുന്ന നഗരങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? മീററ്റ് ടു പ്രയാഗ്രാജിനെയാണ് ഗംഗ എക്സ്പ്രസ് വേ ബന്ധിപ്പിക്കുന്നത്. നോക്കി വെച്ചോളുക. അടുത്ത ചോദ്യം ഈത്ത. ഒരു നല്ലൊരു ചോദ്യമാണ്. ഇദ്ദേഹത്തിന്റെ സമാധാനത്തിന്റെ നൊബേൽ പുരസ്കാരം കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇതിൽ കൂടി പഠിക്കാൻ കൂടി എളുപ്പം കൂടിയായിരിക്കും എന്നുള്ളതാണ്. നോക്കൂ, 2026 സമാധാനത്തിലുള്ള നൊബേലാണ് 2026 നൊബേൽ പുരസ്കാരത്തിനുള്ള ശുപാർശ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യക്കാരൻ ആര് എന്നുള്ളതാണ്. 2026 സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരത്തിന് അല്ലെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്ന ഇന്ത്യക്കാരൻ 150, ഇപ്പം 156 പരം എന്ത് ചെയ്യുന്നു, പട്ടികയിൽ പോയിരിക്കുന്ന വ്യക്തികളും സംഘടനയൊക്കെ ആയിട്ട് അതിലൊരു ഇന്ത്യക്കാരൻ ഇടം നേടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ത്യക്കാരൻ്റെ പേര് അരുണാചലം മുരുകാനന്ദം എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. അദ്ദേഹത്തെ നമ്മൾ പാറ്റ്മാൻ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ പാറ്റ്മാൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് അരുണാചലം. അല്ലെ, പാറ്റ്മാൻ എന്നറിയപ്പെടുന്ന വ്യക്തിയും കൂടിയാണ് അരുണാചലം. അദ്ദേഹം 2005 ആരംഭിച്ച ഒരു കമ്പനിയാണ് ജയശ്രീ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ഒരു കമ്പനി. അപ്പം അല്ലെ, സ്ത്രീകൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നങ്ങളൊന്നാണ് അല്ലെ പാഡ്. സോ അവയുമായി ബന്ധപ്പെട്ട് അല്ലെ വളരെ വില കുറഞ്ഞിൽ അതിനെ നിർമ്മിച്ച് എന്തു പറയുന്നു, അങ്ങനെ ലോക ജനശ്രദ്ധ നേടിയ ഒരു വ്യക്തിയും കൂടിയാണ് അരുണാചലം മുരുകാനന്ദം. അദ്ദേഹത്തിന് 2026 സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നോമിനേറ്റ് പോയിരിക്കുന്ന ഇന്ത്യക്കാരൻ കൂടിയാണ് ഇദ്ദേഹം. തമിഴ്നാട് സ്വദേശിയാണ് അരുണാചലം മുരുകാനന്ദം.
അടുത്തൊരു ചോദ്യം നോക്കിക്കോ. 2026 മെയ് മാസത്തിൽ ഹോർമുസ് കടലിടുക്കിലെ സംഘർഷാവസ്ഥ പരിഹരിക്കുന്നതിനായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച സൈനിക നയതന്ത്ര ദൗത്യം എന്ത് എന്നുള്ളതാണ്. അല്ലേ, നമുക്കറിയാം അമേരിക്ക, ഇസ്രായേൽ, ഇറാൻ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവയിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കൂടിയാണ് ഹോർമുസ് കടലിടുക്ക് എന്ന് പറയുന്നത്. അല്ലേ, വാണിജ്യങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന പ്രധാനപ്പെട്ട കടലിടുക്കിൽ ഒന്നാണ് ഹോർമുസ് കടലിടുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കുന്ന ഡൊണാൾഡ് ട്രംപ് ഒരു സൈനിക ദൗത്യം കൊണ്ടുവന്നിരിക്കുന്നു. ആ ദൗത്യത്തിൻ്റെ പേര് പ്രോജക്റ്റ് ഫ്രീഡം എന്നുള്ളതാണ്. ദൗത്യം എന്ന് ഓർമ്മിച്ച് വെച്ചോ, പ്രോജക്റ്റ് ഫ്രീഡം എന്നുള്ളതാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇവയുമായി ബന്ധപ്പെട്ട്, അതായത് ഇസ്രായേൽ, ഇറാൻ, അമേരിക്ക യുദ്ധവുമായി ബന്ധപ്പെട്ട് നമുക്ക് 1-2 കാര്യങ്ങൾ അറിഞ്ഞിരിക്കാം എന്നുള്ളതാണ്. ഒന്ന് ശ്രദ്ധിച്ചിരുന്നു. ഇത് 2025 തുടങ്ങിയൊരു യുദ്ധം അതിന് മുമ്പേക്ക് ഉണ്ടായിരുന്നു. എന്നിരുന്നാലും 2025 ഇസ്രായേൽ ഇറാനെതിരെ ആരംഭിച്ച സൈനിക നടപടി ഉണ്ടായിരുന്നു. 2025 ജൂണിൽ ഇസ്രായേൽ ഇറാനെതിരെ ആരംഭിച്ച സൈനിക നടപടി അറിയപ്പെടുന്ന പേര് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന പേരിലാണ്. ഒന്ന് നോക്കി വെച്ചോളുക. അതിൻ്റെ പേര് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ ആണ്. ഇനി ഇറാൻ ഇസ്രായേലിനെതിരെ ആരംഭിച്ച സൈനിക നടപടി എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 3 ആണ്. ഇപ്പം നടക്കുന്നത് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 4 ആണ്. മാറരുത്. അപ്പോൾ ഇറാൻ ഇസ്രായേലിനെതിരെ ആരംഭിച്ച സൈനിക നടപടി എന്താണ്? ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 3 എന്നാണ്. ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ ഇറാനെതിരെ അമേരിക്ക നടത്തിയ സൈനിക നടപടിയായിരുന്നു ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ. ഇതെല്ലാം 2025 കഥയാണ്. നമ്മളോട് PSC സ്റ്റേറ്റ്മെന്റിലായിരിക്കും ഒരുപക്ഷെ എന്ത് ചെയ്യുക ചോദ്യങ്ങളൊക്കെ വരുന്നത് എന്നുള്ളത് ഒന്ന് നോക്കി വെച്ചോളാം. സ്റ്റേറ്റ്മെന്റ് ചോദിച്ചാൽ നമ്മൾ എഴുതണം എന്നുള്ളതാണ്. ഓക്കെ, ഈ ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമറുമായി ബന്ധപ്പെട്ട 1-2 കാര്യങ്ങൾ നോക്കി വെച്ചിരുന്നു. ഇറാന്റെ പ്രധാന ആണവ കേന്ദ്രങ്ങളായിരിക്കുന്ന 3 പ്രധാനപ്പെട്ട ആണവ കേന്ദ്രങ്ങൾ ഇറാനിലുണ്ടായിരുന്നു. അല്ലേ, അതിലൊന്നാണ് ഫോർദോ, നദാൻസ്, ഇസ്ഫഹാൻ എന്ന് പറയുന്ന 3 പ്രധാനപ്പെട്ട ആണവ കേന്ദ്രങ്ങളിൽ US നടത്തിയ ഓപ്പറേഷൻ ആയിരുന്നു ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ എന്ന് പറയുന്നത്. 2025 ജൂൺ മാസം 21, 22 തീയതികളിൽ നടന്ന ഒരു പ്രധാന അമേരിക്കൻ സൈനിക ആക്രമണം കൂടിയായിരുന്നു ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ. അങ്ങനെയാണ് നമ്മൾ വാർത്തകളിൽ B2 സ്പിരിറ്റ് എന്ന് പറയുന്ന ഒരു ഫൈറ്റർ ജെറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെടുന്നത്. അല്ലേ, റഡാറുകളുടെ കണ്ണൊക്കെ വെട്ടിച്ചു പോകാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിമാനം എന്ന് പറയുന്നതാണ് B2 സ്പിരിറ്റ്. അല്ലേ, നോക്കൂ, GBU-57B മാസീവ് ഓർഡിനൻസ് പ്രൊണേറ്റർ ബങ്കർ ബസ്റ്റർ ബോംബുകളുടെ ആദ്യ പ്രവർത്തന വിന്യസിക്കൽ നടന്നു. ലോകത്തിൽ തന്നെ അങ്ങനെ ഒരു ബങ്കർ ബസ്റ്റർ ബോംബുകളുടെ ആദ്യമായിട്ടൊരു പ്രവർത്തനം നടത്തിയിരിക്കുന്നത് അത് ഏത് ഓപ്പറേഷൻ ചോദിക്കുകയാണെങ്കിൽ ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമറിലൂടെയാണ്. അത് 2025 നടന്നു. ശേഷം നമ്മളാണ് ഇതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേണ്ടത്. അല്ലേ, ആണവ കേന്ദ്രങ്ങളിൽ US നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായി ഇറാൻ നടത്തിയ ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ ബാഷ്റത്ത് അൽഫത്ത്. അമേരിക്ക ഇറാനെ ആക്രമിക്കുന്നു, തിരിച്ച് എന്ത് ചെയ്യുന്നു, ഇറാൻ അമേരിക്കയെ ആക്രമിക്കുന്നു എന്നുള്ളതാണ്. അമേരിക്ക അന്ന് ആണവ കേന്ദ്രങ്ങളിൽ നടത്തിയ ആക്രമണത്തിന്റെ പേര് ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ എങ്കിൽ തിരിച്ച് ഇറാൻ അമേരിക്കയെ ആക്രമിച്ചു. അതിന്റെ പേരാണ് ഓപ്പറേഷൻ ബാഷ്റത്ത് അൽഫത്ത് എന്നുള്ളത്. അത് അവിടെയും കഴിഞ്ഞില്ല. ശേഷം 2026 ഇത്തിരി കൂടി ആക്രമണങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. അല്ലേ, ഇറാനെതിരെ അമേരിക്ക നടത്തുന്ന സൈനിക നടപടി 26 ഇറാനെതിരെ അമേരിക്ക നടത്തുന്ന സൈനിക നടപടിയാണ് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി. അത് 2026 നമ്മൾ കേൾക്കേണ്ടതാണ്. അല്ലെ, ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി. ഇനി അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ഇറാനെതിരെ നടത്തുന്ന സൈനിക നടപടിയാണ് ഓപ്പറേഷൻ സിംഹഗർജനം എന്ന് പറയുന്നത്. അല്ലെ, അല്ലെങ്കിൽ ഗർജിക്കുന്ന സിംഹം, ഓപ്പറേഷൻ ലയൺസ് റോർ അല്ലെങ്കിൽ റോറിംഗ് ലയൺ എന്ന് പറയുന്നത്. അത് 2026 മാറരുത്. എപ്പിക് ഫ്യൂറിയും 2026 അത് ഇറാനെതിരെ അമേരിക്ക നടത്തിയ സൈനിക നടപടിയാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമായിരുന്നു, നമ്മൾ കുറച്ചു മുമ്പേ പറഞ്ഞു, ഇറാൻ തിരിച്ചാക്രമണം നടത്തി. ഇസ്രായേലും ഗൾഫ് രാജ്യങ്ങൾക്കുമെതിരെയുള്ള ഇറാന്റെ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് 4 എന്ന് പറയുന്നത്. നേരത്തെ 3 ആയിരുന്നു, ഇപ്പോൾ 4. അല്ലേ, അങ്ങനെ വാർത്താ മാധ്യമങ്ങളിൽ ചർച്ചയാകപ്പെട്ട ഒരു കടലിടുക്കാണ് ഹോർമുസ് കടലിടുക്ക് എന്ന് പറയുന്നത്. നോക്കിയോ, ഗൾഫിനെ ഇന്ത്യൻ മഹാസമുദ്രവുമായി ബന്ധിപ്പിക്കുന്നതും ഒമാൻ, UAE, ഇറാൻ എന്നീ രാജ്യങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നതുമായിട്ടിരിക്കുന്ന കടലിടുക്കാണ് ഹോർമുസ് കടലിടുക്ക്. ഒന്ന് നോക്കി വെച്ചോളുക, ഹോർമുസ് കടലിടുക്ക് കേട്ടോ. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രധാനപ്പെട്ട ഒരു വിയോഗങ്ങളൊക്കെ നടന്നു എന്നുള്ളതാണ്. നമ്മൾ നേരത്തേക്ക് PSC ബുള്ളറ്റിനിലൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമേനിയെ
US ഇസ്രായേൽ സംയുക്ത വ്യോമ ആക്രമണത്തിൽ വധിച്ച് നമ്മൾ പഠിച്ചായിരുന്നു 2026 ഫെബ്രുവരി മാസം 28 അല്ലേ? തിരിച്ചെന്ത് ചെയ്യുന്നു? പുതിയൊരു പരമോന്നത നേതാവ് അവിടെ തിരഞ്ഞെടുക്കപ്പെട്ടു അല്ലേ? മുജ്തബ ഖമനേയി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് നിലവിൽ ഇറാന്റെ പരമോന്നത നേതാവ്. ഈ ഡേറ്റ് മറക്കണ്ട, 2026 ഫെബ്രുവരി മാസം 28 എന്ത് ചെയ്യുക? ഒന്ന് നോക്കി വച്ചുകൊള്ളുക. ഇനി ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് വെരി വെരി ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളാണ്. ഒന്ന് നോക്കി വെച്ചോളുക. ഞാനിവിടെ റെഡ് കൊണ്ട് അടയാളപ്പെടുത്തിയിട്ട് പോകുന്നു. രണ്ട് പ്രധാനപ്പെട്ട കപ്പലുകളാണ്. 2026 മാർച്ച് 4 ശ്രീലങ്കൻ തീരത്തിന് സമീപം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വെച്ച് അമേരിക്കൻ അന്തർവാഹിനി ടോർപിഡോ ആക്രമണത്തിലൂടെ തകർത്ത ഇറാന്റെ കപ്പലാണ് ഈ തന്നിരിക്കുന്ന ഐറിസ് ദേന 75 എന്ന് പറയുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നാവിക അഭ്യാസത്തിന് ശേഷം തിരിച്ചു പോകാൻ നേരത്ത് അമേരിക്ക എന്ത് ചെയ്തു? ആ കപ്പലിനെ തകർത്തു എന്നുള്ളതാണ്. അപ്പോൾ 2026 മാർച്ച് 4 ശ്രീലങ്കൻ തീരത്തിന് സമീപം ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വെച്ച് അമേരിക്കൻ അന്തർവാഹിനി അല്ലെ ടോർപിഡോ ആക്രമണത്തിലൂടെ തകർത്ത ഇറാന്റെ കപ്പലാണ് ഐറിസ് ദേന എന്ന് പറയുന്നത്. ഇനി ഇറാന്റെ മറ്റൊരു കപ്പലിന് ഇന്ത്യയിൽ, അതായത് കേരളത്തിന്റെ കൊച്ചിയിൽ എന്ത് ചെയ്യാണ്? അഭയം കൊടുത്തു എന്നുള്ളതാണ്. ആ കപ്പൽ നോക്കിക്കോ. പശ്ചിമേഷ്യയിലെ യുദ്ധഭീതിക്കിടെ സാങ്കേതിക തകരാറുകൾ ചൂണ്ടിക്കാട്ടി കൊച്ചിയിൽ നങ്കൂരമിട്ട ഇറാനിയൻ യുദ്ധക്കപ്പലാണ് ഐറിസ് 11 എന്ന് പറയുന്നത്. രണ്ട് യുദ്ധക്കപ്പൽ നോക്കിക്കൊള്ളുക. തകർത്തത് ചോദിക്കുകയാണെങ്കിൽ ദേനയാണ്. ഇനി ഏതാണ് നമ്മൾ എന്ത് ചെയ്യുന്നു? കൊച്ചിയിൽ നമ്മൾ നാവിക താവളത്തിൽ എന്ത് ചെയ്യുന്നു? അവർക്ക് സാങ്കേതിക തകരാറുകൾ ചൂണ്ടിക്കാട്ടി അവിടെ നമ്മൾ സേഫ് സോൺ ആക്കി കൊടുത്ത കപ്പലേ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഐറിസ് 11 എന്ന് പറയുന്നതാണ്. രണ്ട് നോക്കി വെച്ചുകൊള്ളുക. രണ്ട് നമ്മളോട് PS ചോദിക്കാൻ പറ്റിയൊരു ചോദ്യമാണ്. ഇനി അവിടെ ഹോർമുസ് കടലിടുക്കിൽ ഇന്ത്യൻ പതാകയുള്ള രണ്ട് പ്രധാനപ്പെട്ട കപ്പലുകൾക്കും എന്ത് ചെയ്യണം? ആക്രമണം സംഭവിച്ചു എന്നുള്ളതാണ്. ഹോർമുസ് കടലിടുക്കിൽ വെച്ച് ഇറാൻ സേന ആക്രമിച്ച ഇന്ത്യൻ പതാകയുള്ള രണ്ട് കപ്പലുകളാണ്. ഒന്ന് ജഗ് അർണവ്, മറ്റൊന്ന് സൻമാൻ ഹൊറാൾഡ്. അതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് സൻമാൻ ഹൊറാൾഡ് ആണ്. നോക്കി വെച്ചോളുക. ഹോർമുസ് കടലിടുക്കിൽ വെച്ച് ഇറാൻ സേന ആക്രമിച്ച ഇന്ത്യൻ പതാകയുള്ള രണ്ട് കപ്പലുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഒന്ന് ജഗ് അർണവ്, മറ്റൊന്ന് സൻമാൻ ഹൊറാൾഡ് ആണ്. നമുക്ക് ഇമ്പോർട്ടൻ്റ് സൻമാൻ ഹൊറാൾഡ് ആണ്. PS ചോദിക്കും, യാതൊരു സംശയവും വേണ്ട. ഓക്കെ. ഇനി അവയുമായി ബന്ധപ്പെട്ട് നമ്മളിവിടെ 1-2 ഓപ്പറേഷൻസ് ഉണ്ടായിരുന്നു. ആ ഓപ്പറേഷൻസ് ആണ് നമ്മൾ ഇതാ നോക്കുന്നത്. ഒന്ന് ഓപ്പറേഷൻ സങ്കല്പം, മറ്റൊന്ന് ഓപ്പറേഷൻ ഊർജ്ജ സുരക്ഷയാണ്. ഉറപ്പായിട്ടും ഈ തന്നിരിക്കുന്ന സൈഡിനകത്ത് നിന്നുള്ള ഓപ്പറേഷൻസ് നമ്മളോട് PS ചോദിക്കും, യാതൊരു സംശയവും വേണ്ട. നോക്കൂ, ഓപ്പറേഷൻ സങ്കല്പ്. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ അമേരിക്കൻ സംഘർഷത്തെ തുടർന്ന് ആ പ്രദേശത്ത് കൂടി പോകുന്ന ഇന്ത്യൻ പതാകയുള്ള കപ്പലുകൾക്ക് നമ്മൾ സുരക്ഷ ഉറപ്പാക്കാൻ നടപ്പിലാക്കിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സങ്കല്പ്. ഒന്നുകൂടി പറയുന്നു. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ അമേരിക്കൻ സംഘർഷത്തെ തുടർന്ന് ആ പ്രദേശത്ത് കൂടി പോകുന്ന ഇന്ത്യൻ പതാകയുള്ള കപ്പലുകൾക്ക് സുരക്ഷ ഉറപ്പാക്കുവാൻ നമ്മൾ നടത്തിയ ഓപ്പറേഷന്റെ പേര് ഓപ്പറേഷൻ സങ്കല്പാണ്. ഇനി ഓപ്പറേഷൻ ഊർജ്ജ സുരക്ഷ എന്ത് എന്നുള്ളതാണ്. 2026 ഇറാൻ സംഘർഷത്തെ തുടർന്ന് പശ്ചിമേഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള ഊർജ്ജ വിതരണ ശൃംഖല തടസ്സമില്ലാതെ ഉറപ്പാക്കാൻ നമ്മൾ നടത്തിയ ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ ഊർജ്ജ സുരക്ഷ എന്നുള്ളത്. ഈ രണ്ട് ഓപ്പറേഷൻ നമ്മൾ ഇതിൻ്റെ കൂടെ എന്ത് ചെയ്യുക? ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളുക. അപ്പോൾ ഇതുവരെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് ഏകദേശം ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിൻ്റെ നോട്ട് കാര്യങ്ങളെല്ലാം നമ്മളെ ടെലഗ്രാം ചാനലായിരിക്കുന്ന നെയ്യാർ CAയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നെയ്യാർ CAയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നന്നായിട്ട് റിവൈസ് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് എന്ത് ചെയ്യാം? ഉടൻ തന്നെ വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു മല്ലയ്യ. താങ്ക് യു.